തൃശൂരിൽ ഭാര്യയെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ബി.ജെ.പി. നേതാവിന് മുൻകൂർ ജാമ്യം. ബി.ജെ.പി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് കെ.ആർ. ശ്രീകുമാറിനാണ് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പോലീസും ചില രാഷ്ട്രീയ കൂട്ടുകെട്ടും ചേർന്ന് ശ്രീകുമാറിനെ ജയിലിലടക്കാനുള്ള നീക്കമാണ് നടന്നതെന്ന് അഭിഭാഷകൻ ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വിവരങ്ങളുമായി ലെവിൻ കെ. വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, ഇതിപ്പോൾ ശ്രീകുമാറിനെ ജയിലിലടക്കാനുള്ള നീക്കമാണ്, അതിനാലാണ് കോടതിയിൽ ഇത് തെളിയിക്കാനായത്. ഒരു ജാമ്യമാണെങ്കിലും അത് കോടതിയിൽ തെളിയിക്കാനായത് അങ്ങനെ ഒരു നീക്കത്തിന്റെ ഭാഗം കോടതിക്ക് മനസ്സിലായതുകൊണ്ടെന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ പറയുന്നുള്ളത്. മറ്റു വിവരങ്ങൾ പറയാം. എന്തായാലും തൃശൂരിൽ ഭാര്യയെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ബി.ജെ.പി. നേതാവിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ബി.ജെ.പി. മുൻകൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് കെ.ആർ. ശ്രീകുമാറിനാണ് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. പോലീസും ചില രാഷ്ട്രീയ കൂട്ടുകെട്ടും ചേർന്ന് ശ്രീകുമാറിനെ ജയിലിലടക്കാനുള്ള നീക്കമാണ് നടന്നതെന്നാണ് ഇപ്പോൾ ശ്രീകുമാറിന്റെ അഭിഭാഷകൻ ബി. ഗോപാലകൃഷ്ണൻ പറയുന്നുള്ളത്. ലെവിൻ, കേൾക്കാമോ? ലിമിഷ, ഇന്ന് രാവിലെയാണ് കോടതിയിൽ വാദം നടന്നത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദം പൂർത്തിയായതോടുകൂടി അല്പസമയങ്ങൾക്ക് മുൻപ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച് ബി. ഗോപാലകൃഷ്ണനായിരുന്നു, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണനായിരുന്നു ശ്രീകുമാറിന്റെ അഭിഭാഷകൻ. ഈ ശ്രീകുമാർ അടക്കമുള്ള ആളുകൾക്ക് ശ്രീകുമാറിന് കേസിൽ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടാണ് ഭാര്യയുടെ പരാതിയിൽ നടപടി കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീകുമാർ മർദ്ദിച്ചുവെന്നും തല ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നുമായിരുന്നു ഭാര്യ പ്രിയങ്ക നൽകിയ പരാതി. എന്നാൽ കോടതിയിൽ ഇത് സംബന്ധിച്ച് ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. ഈ പ്രിയങ്കയ്ക്ക് കാര്യമായ പരിക്കുകളില്ലാത്തത് ഈ പരാതി വ്യാജമാണെന്ന് തെളിയിക്കുന്നു എന്നുള്ളതായിരുന്നു ശ്രീകുമാറിന്റെ അഭിഭാഷകന്റെ പ്രധാനപ്പെട്ട വാദം. ഏതായാലും കോടതി ഇത് സംബന്ധിച്ചുകൊണ്ട് തീർപ്പാക്കിയിരിക്കുന്നത് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ്. എന്നാൽ കേസ് നിലനിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ജാമ്യം നേടി ശ്രീകുമാർ ലഭിച്ചതിന് പിന്നാലെ തന്നെ ബി. ഗോപാലകൃഷ്ണൻ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ നേതാവായിട്ടുള്ള ശ്രീകുമാറിനെ ഒരു കൊടുങ്ങല്ലൂർ കേന്ദ്രമായ ഒരു രാഷ്ട്രീയ നേതാവും ചില സംഘങ്ങളും അതോടൊപ്പം തന്നെ ഈ ശ്രീകുമാറിൻ്റെ ഭാര്യയും ചേർന്ന് അപായപ്പെടുത്താൻ, കൊലപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടന്നത്. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ വ്യാജ പരാതി നൽകിക്കൊണ്ട് ഇയാളെ കാപ്പ കേസ് ചുമത്തി ജയിലിലടയ്ക്കാനുള്ള നീക്കങ്ങളും ഒരു സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ സംഘഗ്രാമം എന്ന് പറയുന്ന ഒരു പേജ് ഫേസ്ബുക്കിൽ കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വിദേശത്തു നിന്നും ആളുകൾ നിയന്ത്രിക്കുന്നുണ്ട്. ശ്രീകുമാറിനെതിരെ മാത്രമുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഈ പേജിന്റെ പ്രവർത്തനമെന്നടക്കമുള്ള ആരോപണങ്ങൾ ഗോപാലകൃഷ്ണൻ അടക്കം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ശ്രീകുമാറിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. ഗൗരവതരമായ സംഭവങ്ങൾ ഉൾപ്പെടുന്ന ഈ തെളിവുകൾ ഉടൻ പോലീസിന് കൈമാറുമെന്നും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുമെന്നുമാണ് ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആദ്യ പരാതിയിൽ മാത്രമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഗുണ്ടാ നേതാവിനെ അയച്ച് പ്രിയങ്കയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള പരാതി കോടതിക്ക് മുന്നിലുണ്ട്. അത്തരത്തിലുള്ള കേസും മതിലകം പോലീസിൽ അന്വേഷണം നടത്തി വരികയാണ്. ഏതായാലും ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടി എന്താണ് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഏതായാലും ബി.ജെ.പി. നേതാവിനെതിരായ പരാതിയിൽ നിന്നും പിന്നോട്ട് പോകാനില്ല എന്നുള്ളതാണ് പ്രിയങ്കയുടെ നിലപാട്. ഇത്തരമൊരു കുടുംബ പ്രശ്നത്തിനപ്പുറം ഒരു ഗുണ്ടാ നേതാവിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുള്ള, അല്ലെങ്കിൽ ആക്രമിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചുവെന്നുള്ള ഒരു ആരോപണവും പരാതിയും പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർഷങ്ങളായി നേരിട്ട ഗാർഹിക പീഡനത്തിനെതിരെയാണ് താൻ പരാതി നൽകിയത്, ഏതെങ്കിലും ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയല്ല എന്നുള്ള ഒരു കാര്യവും അവർ ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഏതായാലും ശ്രീകുമാറിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു ആശ്വാസമാണ്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് രാജി നൽകിയത്. വ്യക്തിപരമായി നടക്കുന്ന ആക്രമണങ്ങളിലും കുടുംബ പ്രശ്നത്തെ ഉയർത്തിക്കാട്ടി നടത്തുന്ന അപകീർത്തി പരാമർശങ്ങളിലും തൻ്റെ ചോര ആണ് പലരും ആഗ്രഹിക്കുന്നത് എന്ന് അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാജിക്കത്ത് നൽകിയിരുന്നത്. ആ രാജി ഔദ്യോഗികമായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവും രാജീവ് ചന്ദ്രശേഖറവും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ
കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കൂടി ലഭിച്ച സ്ഥിതിക്ക് എന്തായിരിക്കും ആ രാജിക്കത്തിലുള്ള തീരുമാനം എന്നുള്ള കാര്യം BJP നേതൃത്വം വ്യക്തമാക്കാൻ ഇനിയുമുണ്ട്. ഏതായാലും BJP സൗത്ത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള AR ശ്രീകുമാറിനെതിരായ പരാതിയിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഭാര്യ സ്വീകരിക്കുന്നത്. അതേസമയത്ത് തന്നെ ശ്രീകുമാറിനൊരു ആശ്വാസമായിരിക്കുകയാണ് കോടതിയിൽ നിന്ന് ലഭിച്ച മുൻകൂർ ജാമ്യം. ലിമിഷ. ശരി, എന്തായാലും പോലീസ്